ഔഷധവിദ്യകളിൽ അഗ്രഗണ്യനാണെന്ന് ഗ്രാമവാസികൾ വിചാരിച്ചിരുന്ന വേളയിൽ കായിക വിദ്യകളിലും കളരിമുറകളിലും മാത്രമല്ല, സൂക്ഷ്മദൃഷ്ടിയാൽ ശത്രുക്കളെ നിയന്ത്രിക്കാൻ കഴിവുള്ള മഹായോഗിയാണെന്ന് മനസ്സിലാക്കുവാനുള്ള സമയമിതാ എത്തിക്കഴിഞ്ഞു. തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ആ കാഴ്ച കണ്ട ചീനയിലെ ആൾക്കാർ ഞങ്ങൾക്കും ഈ അഭ്യാസമുറകൾ പഠിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. ദാമോ എന്ന ഓമന പേരിനാൽ ചീനമക്കൾ വിളിച്ചുകൊണ്ടിരുന്ന ബോധിധർമ്മൻ ആ ഗ്രാമത്തിൽ വസിച്ച് തന്റെ അഭ്യാസമുറകൾ പഠിപ്പിച്ചു കൊടുത്തു. പല വർഷങ്ങൾക്ക് ശേഷം തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വിവരം അവരെ അറിയിച്ചപ്പോൾ വീണ്ടും അവരുടെ കാലഗണിതത്തിന്റെ കണക്കുകൾ തെറ്റുകയായിരുന്നു. തനിക്ക് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് ബോധിധർമ്മൻ അറിയാമായിരുന്നു.
ബോധിധർമ്മന്റെ ശരീരം ആ മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ തങ്ങളുടെ ഗ്രാമം അസുഖങ്ങളില്ലാത്ത ഗ്രാമമായി മാറുമെന്ന് അവർ വിചാരിച്ചിരുന്നു. അവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ ബോധിധർമ്മൻ തീരുമാനിച്ചു. ഇന്നും ചൈനയിലെ പല സ്ഥലങ്ങളിലും ബോധിധർമ്മന് ക്ഷേത്രങ്ങൾ പണിത് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന, ജപ്പാൻ, തായ്ലൻഡ് പോലുള്ള നാടുകളിൽ ക്ഷേത്രം പണിത് ആരാധിക്കുന്ന ഒരു തമിഴ്നാട്ടുകാരനെ നമ്മളിൽ എത്ര പേർക്കറിയാം? ബോധിധർമ്മനോ? ബോധിധർമ്മൻ കേട്ടിട്ടേ ഇല്ല. സത്യം പറഞ്ഞ എനിക്കറിയില്ല. സോറി, അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഓ ദാമോ, I know him. Kung Fu master, right? I love him. Yes, I've heard about him. He's son of a king in South India. അറിയില്ല. ബോധിധർമ്മനോ? അതാരാ? എന്റെ അപ്പൂപ്പന്റെ പേരുപോലെ എനിക്കറിയില്ല. വല്ല സിനിമയുടെ പേരാണോ? Very good. Kung Fu guy. I know Damu master is come from India. ബോധിധർമ്മൻ എന്ന് നിങ്ങൾ പറഞ്ഞാണ് ഞാൻ ആ പേര് കേൾക്കുന്നത്. സോറി, എനിക്കറിയില്ല. നമ്മൾ പരിശീലിപ്പിച്ചെടുത്ത മറന്നുപോയ ഈ അഭ്യാസമുറ നമുക്കെതിരായി തിരിച്ചു വന്നിരിക്കുന്നു. Dong Li, I have told you about, is the best student of the Shaolin Temple. Mr. Dong Li, these guys of the chief scientists of our country. Around 36 scientists have worked for 8 years and created an assignment called Operation Red. This Operation Red is against India. If it succeeds within 3 years, what we say will become the law in India. Interesting. But the curl research has become a threat to us. If the research is successful, then our Operation Red will be of no use. So you need to go to India. You have to kill that girl and come back. This is your assignment. Sir, sending a one guy, it's not good. We'll send a team. If we get caught, the country will be in problem. They won't get caught. I feel you are being overconfident because I don't trust him. You see that guard over there? General, you feel good soldier? Yes. Is he willing to die for his country? Yes.
But now, he is going to die for me. Are you alright, sir? So, do you want to die for your country? Or for me? I need know one thing. What is Operation Red? Dongley, you are the one who is going to start it. Once you go to India, you will know yourself. So when do I go to India? Today.